ഡോക്ടർ ഷൈജു സാറാണിത്. ഇതാണ് സുരേഷ്. അപ്പം ഇല്ല സാറേ, ഇവർക്ക് ആകെ 1 മണിക്കൂറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല, ഇത് ഒന്ന് കണ്ടിട്ട് 1 മണിക്കൂർ കറക്റ്റ് മുമ്പ് ഇറങ്ങണമെന്നാണ് പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ സാറ് ഇവിടെ എന്താണ് സെൻറ്റർ എന്നുള്ളത് ജസ്റ്റ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്താണ് ഇവിടെ, കാരണം ഇവിടെ വന്നിട്ട് യൂണിവേഴ്സിറ്റി വന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സെൻ്ററാണിത്. അതിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി സാറ് പറയും. സാറ് പറഞ്ഞതിന് ശേഷം നിങ്ങളെ കുട്ടികളെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 അധ്യാപകർ നിങ്ങളെ പല സ്ഥലങ്ങളിൽ കൊണ്ട് കാണിക്കും. 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂറിൽ നിങ്ങൾ നേടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. എന്താണെന്ന് കൃത്യമായിട്ട് ഇത് വന്നതിന് ശേഷം പേരൻസിനോടും ചോദിക്കും, ടീച്ചേഴ്സിനോടും ചോദിക്കും എന്താണ് നിങ്ങൾ കണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഷൈജു സാറിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഒരു 1 മന്ത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ 1 മന്ത് പ്രോഗ്രാമിൽ വരുന്ന കുട്ടികൾക്ക് പോലും അവർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിട്ട് പോലും അവർക്ക് ഒരു അറൗണ്ട് ഒരു 60 to 65% ഇവിടെ അവർക്ക് കവർ ചെയ്യാൻ പറ്റും ഒരു 1 മന്ത് കൊണ്ട്. അപ്പോൾ 1990 ആണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ സയൻസ്, നിങ്ങൾ കേട്ടോ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്? ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് 1990 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ എല്ലാ സയൻസ് കോൺഗ്രസിനും ഒരു ബേസിക് തീം ഉണ്ടാവും, ഒരു സെൻട്രൽ തീം ഉണ്ടാവും. ആ തീം ആ തവണ 1990 നടന്നതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ സയൻസ് ഇൻ സൊസൈറ്റിയാണ്. ആക്ച്വലി സയൻസ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ ഇഷ്യൂസിനെയും ഓരോ പ്രോബ്ലത്തെയും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നോളജാണ്, അല്ലേ, സെറ്റ് ഓഫ് നോളജാണ്. അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അത് ടെക്നോളജി ആയിട്ട് മാറുന്നത്. അപ്പോൾ അന്നത്തെ ഒരു തീരുമാനം, അന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന VP സിംഗ്, അതുപോലെ അന്ന് കേരള ചീഫ് മിനിസ്റ്റർ ആയിരുന്ന EK നായനാർ, പക്ഷെ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി അന്നത്തെ UGC ചെയർമാനാണ് പ്രൊഫസർ യശ്പാൽ. അപ്പോൾ അവരെല്ലാം കൂടി ഒരു ഡിസിഷൻ എടുക്കുന്നു, ഇന്ത്യയിലുള്ള എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളും എസ്പെഷ്യലി യൂണിവേഴ്സിറ്റീസ് അവിടെ എല്ലാം സയൻസ് ജനങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ദെയർ ലോക്കൽ ലാംഗ്വേജ് എസ്പെഷ്യലി. അതൊരു വലിയൊരു ബാരിയറാണ്, ലാംഗ്വേജ് എന്നുള്ളത്. ഓക്കെ, ഒരു ഘട്ടം കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇൻ കേരള മിക്കവാറും എല്ലാ സ്ഥലങ്ങളും എന്താണ്, അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ഇൻ അവർ മദർ ടങ്, അല്ലേ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകളായതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് അത് ഞാൻ പറയാം, അത് പ്രത്യേകം പറയേണ്ടതെന്ന് പറയണം. നിങ്ങൾക്കറിയാം അവിടെ മദർ ടങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി വളരെ കൃത്യമായ ധാരണ ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയാണ് 1990 ഒരു തീരുമാനം എടുക്കുന്നത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാമെന്ന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനൊരു സ്ഥാപനം മാത്രം ഇവിടെ നടന്നതുകൊണ്ട് ഇവിടെ മാത്രം ഇങ്ങനൊരു സ്ഥാപനം വന്നു. അപ്പോൾ UGC ആ വർഷം തന്നെ അതിനുള്ള പ്ലാൻ ചെയ്തു. 1991 നിങ്ങൾ കൈയടിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് ഇവിടെ കാര്യങ്ങളൊന്നും പറയണ്ടേ. 1991 നമുക്ക് ഈ സ്ഥാപനം ഇവിടെ നിലവിൽ വന്നു, 1991. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഇതിൻ്റെ ഫൗണ്ടറായിരുന്ന ഡോക്ടർ KG നായർ സാറ്, അദ്ദേഹമാണ് ഈ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഐഡിയാസ് മുഴുവൻ, അദ്ദേഹത്തിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡായിരുന്നു. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ സ്റ്റിക്ക് എന്ന് പറഞ്ഞ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഇതെല്ലാം അദ്ദേഹമാണ് അതിൽ ഫൗണ്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ബ്രെയിൻ ചൈൽഡും ഏറ്റവും വലിയ ഡ്രീമും ആയിരുന്നു ഈ ഒരു സ്ഥാപനം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയാം. ഏകദേശം 14ഓളം ഡിഫറെൻറ്റ് ആയിട്ടുള്ള പവിലിയൻസും ലാബ്സും നമുക്കിവിടെ ഉണ്ട്. എല്ലാം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് ആണ്. ഓക്കെ, മാക്സിമം 10 മുതൽ ഒരു 12 കുട്ടികളായിരിക്കും ഉള്ള ഗ്രൂപ്പുകളാക്കിയിട്ട് ആ ഗ്രൂപ്പുകളിലുള്ള കുട്ടികൾക്ക് അവർക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കെമിസ്ട്രി ലാബുണ്ട്, ഫിസിക്സ് ലാബുണ്ട്, ബയോളജി ലാബുണ്ട്, പിന്നെ മാത്ത് ലാബുണ്ട്. അന്ന് മുതലേ നമുക്കിവിടെ മാത്ത് ലാബുണ്ട്. മാത്ത് ലാബ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പസിലുകളിലൂടെയും അതുപോലെ തന്നെ പല രീതിയിലുള്ള മോഡൽസിലൂടെയൊക്കെയാണ് നമ്മൾ മാത്ത് പഠിക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ്ലി ഒരു തിയറി പറഞ്ഞിട്ട് ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യല്ല. മാത്ത് ലാബുണ്ട്, ദെൻ സ്റ്റെം ലാബുണ്ട്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വിർച്വൽ റിയാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലാബുണ്ട്. പിന്നെ 3D പ്രൊജക്ഷൻ വെച്ചിട്ട് നമ്മളുടെ ഡാറ്റകളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന 3D പ്രൊജക്ഷൻ ലാബുണ്ട്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങളിവിടെയൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടില്ലേ, ഇവിടെ ഒരു സ്വിങ് കണ്ടില്ലേ, അത് ആക്ച്വലി എന്താണ്, നിങ്ങൾക്ക് കളിക്കാം, യു ക്യാൻ പ്ലേ, പക്ഷേ അതേസമയം എന്താണ്, യു ക്യാൻ ലേൺ. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നിങ്ങൾ ഈ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടായിരിക്കും നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും എന്താണ് ഓസിലേറ്ററി മോഷൻ എന്നുള്ളതും അതിൻ്റെ ലെങ്ത്തുമായിട്ടുള്ള റിലേഷൻ എന്താണ്, വാട്ട് ഈസ് ഫ്രീക്വൻസി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഊഞ്ഞാലിൽ ഇരുന്നുകൊണ്ടായിരിക്കും പഠിക്കുക. തൊട്ടടുത്തുള്ള മറ്റൊരു ഊഞ്ഞാലിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ മറ്റൊരു കോൺസെപ്റ്റ്, ഫിസിക്സിലുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം 92 ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ആർ ദർ. മനസ്സിലായോ? അതിൽ ഓരോ സ്ഥലത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു 20, ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ക്ലാസ് അനുസരിച്ച്. ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ രീതിയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. ഈവൻ MSc സ്റ്റുഡൻസും PhD സ്റ്റുഡൻസും വരെ ഇവിടെ വരുന്നുണ്ട്. കാരണം അവർ അതുവരെ പഠിച്ച രീതിയിലല്ല, തിയറി ബേസ്ഡ് അല്ല, കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു പുതിയൊരു രീതിയിലുള്ളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്.
Then we have ISRO pavilion. Okay, actually it was established by ISRO itself. ഇപ്പോൾ അതിൻ്റെ അപ്ഗ്രഡേഷനിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ IEEE കേട്ടില്ലേ, ലോകത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സംഘടനയാണ് അല്ലേ IEEE. അപ്പോൾ IEEE തന്നെ നിർമ്മിച്ച് അവരുടെ അമേരിക്കൻ ചാപ്റ്റർ നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ള ഓഡിയോ വിഷ്വൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലാബ്, ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ട്. IEEE ലാബ് സയൻഷ്യ എന്നുള്ള പേരിൽ. അതും അപ്ഗ്രഡേഷൻ അവരിപ്പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു മെഡിസിനൽ ഗാർഡൻ ഉണ്ട്, ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ലാബുകളും ഫെസിലിറ്റീസും നമുക്കിവിടെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വരുന്ന കുട്ടികൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പോകണമെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ സയൻസ് പോപ്പുലറൈസേഷൻ്റെയും സയൻസ് ടെമ്പർ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻ്ററാണ് ആക്ച്വലി ഈ സെൻ്റർ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് അതിപ്പോൾ വർക്ക് ചെയ്യുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കണക്ഷൻസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വലിയ പ്രോജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ സ്കൂളുകളിലേക്ക് വലിയ ലാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സർവ്വശിക്ഷാ അഭിയാൻ്റെ കീഴിൽ ഓരോ സ്റ്റേറ്റിനും വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ ഒരു തർക്കം നടക്കുന്നുണ്ടല്ലോ, PM ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം. അതിനകത്ത് അതേപോലെ തന്നെ ഇവിടെയും ഉള്ളൊരു സംവിധാനമുണ്ട്. സമഗ്ര ശിക്ഷ കേരള എന്നാണ് പേര്, സർവശിക്ഷാൻ്റെ അഭിയാൻ്റെ സബ്സിഡറി. അപ്പോൾ അവരുടെ വലിയ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഒരു 50 crores ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ബേസ്ഡ് ലേണിങ്ങിന് വേണ്ടിയിട്ട് നമ്മളാണ് അതിൻ്റെ റിസർച്ചും പരിപാടികളൊക്കെ ഉള്ള ആളുകൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം ഫോക്കസ് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു സെൻ്ററാണ് ഈ സെൻ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇതിനെ പറ്റിയുള്ളൊരു ജനറൽ ഐഡിയ. എത്രയും മാത്രമേ ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നമുക്ക് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആക്ച്വലി 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സമയമില്ല. അപ്പോൾ മാക്സിമം സ്പീഡിൽ നമുക്ക് നോക്കാം. നമ്മളെ കുട്ടികളിപ്പോൾ ഇവിടെ ഒരു 100 പേര്, നമുക്ക് അതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞങ്ങൾക്ക് 2 പ്രോഗ്രാമുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമുക്ക് ഡെയിലി നടക്കുന്ന 1 day അറ്റാച്ച്മെൻറ്റ് പ്രോഗ്രാം, ODAP എന്ന പേരിൽ അറിയപ്പെടുന്ന 1 day അറ്റാച്ച്മെൻറ്റ് പ്രോഗ്രാം. അത് രാവിലെ ഒരു 9:30 to ഒരു 3:30 വരെ സ്കൂളുകളിൽ നിന്ന്, അത് കേരളത്തിൽ നിന്ന് നമ്മുടെ ഈ എൻഡിൽ സദേൺ എൻഡിൽ തിരുവനന്തപുരം മുതൽ നോർത്ത് എൻഡിൽ കാസർഗോഡ് വരെയുള്ള സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ത്രൂ സ്കൂളിലാണ് കുട്ടികൾ ടൂറായിട്ട് വരും. നിങ്ങളിപ്പോൾ വന്നതുപോലെ വരും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് അവർ പോകും. അത് ത്രൂ ഔട്ട് നമുക്ക് നടക്കുന്നതാണ്. പിന്നെ നമുക്ക് സമ്മർ വെക്കേഷൻ ടൈമിൽ 1 month പ്രോഗ്രാം ഉണ്ട്, റെസിഡൻഷ്യൽ 1 month പ്രോഗ്രാം. ഇപ്പോൾ കഴിഞ്ഞ മാസം 240 കുട്ടികൾ, മെയ് മാസം കുറച്ചൊരു ഡ്രൗട്ടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ഒരു ബാച്ചേ ഉണ്ടാവും 100 കുട്ടികൾ. അപ്പോൾ ആ 100 കുട്ടികൾ ഇപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ട്, അവരുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതും പിന്നെ അതിന് STDP എന്നാണ് നമ്മൾ പറയുന്നത്, ടോട്ടൽ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. സയൻസ് ടാലൻറ്റ് ടോട്ടൽ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ഒരു എക്സ്പെർട്ട്, ഏറ്റവും പുതിയ ഒരു ഫോർഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പേർട്ടിൻ്റെ ക്ലാസ് ഉണ്ടാവും. ബാക്കിയെല്ലാം ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും. പിന്നെ പ്രോജക്റ്റ് ഉണ്ടാവും. സ്റ്റാർട്ടിങ് മുതൽ ഒരു പ്രോജക്റ്റ്, റിസർച്ച് പ്രോജക്റ്റാണ്, വെറുതെ കുറേ ഇൻഫർമേഷൻസ് വെറുതെ എഴുതി വെക്കുന്നതല്ല, ഒരു റിസർച്ച് പ്രോജക്റ്റ് കുട്ടികൾക്ക് ഉണ്ടാവും. അതിനെല്ലാം മെൻറ്റേഴ്സും ഉണ്ടാവും. കാരണം നമുക്ക് 29 ടീച്ചേഴ്സ് നമുക്കിവിടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഇതാണ് ഒരു നഷൽ.